അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉംറയാത്ര ഉദ്ദേശിക്കുന്ന ആളുകളോടും പോകാൻ ഒരുങ്ങുന്നവരോടും രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് 2 ആഴ്ചയോളം വിശുദ്ധ ഉംറ യാത്രയിലായിരുന്നു. യാത്ര വിശേഷണങ്ങളൊക്കെ ചോദിച്ച് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കെല്ലാം ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എല്ലാം കൊണ്ടും റാഹത്തായ യാത്രയായിരുന്നു. ബഹുമാനപ്പെട്ട നാസർ സഖാഫി ഉസ്താദിൻ്റെ കൂടെ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് വർഷം ഹാജിമാരെ കൊണ്ട് മക്കയിലും മദീനയിലും സഞ്ചരിച്ച ഒരു പണ്ഡിതനാണ് നാസർ സഖാഫി ഉസ്താദ് എന്ന് ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് യാത്ര പോകുന്നത് മക്കയിലേക്കും മദീനയിലേക്കും. എന്നാലും ബഹുമാനപ്പെട്ട ഉസ്താദ് കൂടെയുള്ള എല്ലാ ഹാജിമാർക്കും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇഹ്റാം ചെയ്തു കൊടുക്കുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴും സഅയ് ചെയ്യുമ്പോഴും തൻ്റെ കൂടെയുള്ള ആളുകളുടെ ഓരോ കർമ്മങ്ങളും അത് ശരിയാവണം എന്ന നിർബന്ധമായ ബോധ്യം, ഒരു നിർബന്ധ ബുദ്ധി, ഉസ്താദുമാർ ശിഷ്യന്മാരെ നോക്കുന്നത് പോലെയുള്ള ഒരു പരിഗണന ഉസ്താദിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. മാത്രമല്ല, വളരെ സൂക്ഷ്മതയോടുകൂടെ ഹാജിമാർക്കൊരു പ്രയാസമുണ്ടാവരുത്. പ്രത്യേകിച്ച് ഒരു ഹാജിയെ കാണാതെ വന്നാലോ അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഡോക്ടറെ കാണിക്കേണ്ടി വന്നാലോ കൂടെയുള്ള ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ, അവരെ പ്രയാസപ്പെടുത്താതെ, ഹാജിമാർക്ക് പ്രയാസമുണ്ടാവരുത്. എത്രത്തോളം എന്നറിയുമോ? മടങ്ങി പോരുമ്പോൾ ജിദ്ദ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് സംസം വെള്ളം പാക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ ചെറിയ വിഷമമുണ്ടായപ്പോൾ ഹാജിമാരെ ബുദ്ധിമുട്ടാക്കരുത്, ഹാജിമാർക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ഹാജിമാരെ സ്വന്തം മക്കളെക്കാൾ ഏറെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ പടച്ച റബ്ബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരുമോ എന്നൊരു ചിന്ത വന്നേരായ ഉസ്താദിനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണുന്ന ആളുകളോട് ഉംറ യാത്രക്ക് നമുക്ക് പല ആളും യാത്ര പോവാറുണ്ട്, ആ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയിട്ടും. പക്ഷേ നമ്മുടെ യാത്ര പടച്ച റബ്ബ് പൊരുത്തപ്പെടണമല്ലോ. അതുകൊണ്ട് യാത്ര ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് പറയാണ്, വന്യനായ നാസർ സഖാഫി ഉസ്താദുമായി ബന്ധപ്പെട്ടാൽ വലിയ അനുഭവമായിരിക്കും, വലിയ തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്യനായ ഉസ്താദിന് ഇനിയും ഒരുപാട് കാലം ഹാജിമാരെ കൊണ്ട് മക്കയിലും മദീനയിലും യാത്ര ചെയ്യാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാ, മക്കയിലും മദീനയിലും എല്ലാ കാര്യങ്ങളും വിശുദ്ധമായ ഹജറുൽ അസ്വദ് ചുംബിക്കാനും കഅബയെ തൊടാനും ചുംബിക്കാനും ഒരുപാട് തവാഫ് ചെയ്യാനും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും അള്ളാഹു അവസരം തന്നു. അതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.